സുഹൃത്തുക്കളെ, 16ാമത് ഇറ്റ്ഫോക്ക് അതിൻ്റെ 5ാം ദിവസമാണ്. അപ്പോൾ ഇന്ന് രാവിലത്തെ പ്ലേകൾ രാവിലെ ഒരു 8 മണി 7 മണി മുതൽ ആളുകൾ ക്യൂ നിൽക്കുന്നതാണ്. അപ്പോൾ 9 മണി തൊട്ട് കൊടുത്തു തുടങ്ങി. ഇന്നത്തെ എല്ലാ പ്ലേകളുടെയും ടിക്കറ്റ്സ് കൊടുക്കൂടെ, അങ്ങനെയാണ്. പക്ഷേ ചില പ്ലേകൾക്ക് ഒരാൾക്കൊരു ടിക്കറ്റ് എന്നുള്ള രീതി റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഡ്രാമ സ്കൂളിൽ നിന്ന് ഒബുൽബാസിലേക്ക്. അപ്പോൾ ഇവിടെ നല്ല ക്യൂ ആണ്. 6 മുതൽ ക്യൂ നിൽക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ നാടകം കാണാൻ ആൾക്കാർ 6 മണിക്ക് നാടകം ഉണ്ടെങ്കിലും വരും, രാത്രി 12 മണിക്കുണ്ടെങ്കിലും വരും എന്നുള്ളതാണ്. നല്ല നാടകങ്ങളാണെങ്കിൽ ജനം കാണാൻ വരുന്നുള്ളതാണ്. ഇപ്പോൾ കേരളത്തിന് അങ്ങനെ സംസ്കാരമൊക്കെ ഉണ്ട്. നാടകം കാണാൻ ആൾക്കാരില്ല എന്നൊന്നും ആരും പറയേണ്ട, അതൊക്കെ ഔട്ട് ഓഫ് ഡേറ്റായി. സ്കൂൾ സ്റ്റേറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ടു ആയിരക്കണക്കിന് പേരാണ് നാടകം കാണുന്നത്. ഇവിടെ ആ രീതിയിൽ നിറഞ്ഞ് കവിഞ്ഞ ആളുകൾ ക്യൂ നിൽക്കുകയാണ്. ഷോകൾ ചിലത് മലയാള നാടകങ്ങളുടെ ഷോക്ക് 2 തവണ കണ്ടതായിരുന്നു എന്നുള്ള അഭിപ്രായം വന്നു. കാരണം ഒരുപാട് ദൂരെ നിന്നൊന്നും അവർക്ക് ടിക്കറ്റ്സ് കിട്ടാതെ പോകും. ഫോറിൻ പ്ലേകളും ഇന്ത്യൻ പ്ലേകൾക്ക് 2 കളി 3 കളി വെച്ചിട്ടുണ്ട്. പക്ഷേ മലയാളം പ്ലേകൾക്ക് 2 കളി കൊടുക്കണം. അതുപോലെ തന്നെ സ്പേസ് കൊടുക്കുമ്പോൾ മാടമോഷം പോലുള്ളത് ചൂണി വിശാലമായ സ്പേസിൽ കളിക്കാം. അതേ സമയത്ത് ക്ലോസ്ഡ് ആയിട്ട് കളിക്കാൻ അവർക്ക് ഇഷ്ടമെന്നുള്ളതാണ് അവർ പറയുന്നത്. പക്ഷെ നമ്മുടെ ഓഡിയൻസിനെ സംബന്ധിച്ച് ആ പ്ലേ കാണണമെന്ന് ആഗ്രഹിച്ചു വരുന്നു. പക്ഷെ പ്രാദേശികമായിട്ട് ഒരുപാട് കളികൾ അതിനുണ്ട്. ഇന്ന് ഒരു ദിവസം മതിലകം അവിടെ ഇവിടേക്കായിട്ട് എല്ലാ ജില്ലകളിലും കളിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഞാൻ ചാക്കോടി എന്തിക്കാട്. നാടകങ്ങൾക്ക് പൊതുവേ ഒരു റെസിസ്റ്റൻസ് സ്വഭാവമുണ്ട്. ഇന്നർ കോൺഫ്ലിക്റ്റും സോഷ്യൽ കോൺഫ്ലിക്റ്റും ഒക്കെ വരുന്ന നാടകങ്ങളാണ്. അപ്പോൾ ആ നാടകങ്ങളെ സംബന്ധിച്ച് പിന്നീട് എല്ലാം കണ്ടതിന് ശേഷം നല്ലൊരു വീഡിയോ വേറെ ഇടും. അതുകൊണ്ട് ഈ സ്പോക്കിൻ്റെ വേദി എന്ന് പറയുന്നത് ലൈവാണ്. ആംബിയൻസ് ഓക്കെ. അപ്പോൾ ഇന്ന് 4-5 നാടകങ്ങൾ അവിടെ ഇവിടെ കേട്ടിട്ടുണ്ട്. സ്കൂൾ ഡ്രാമയിലും കേട്ടിട്ടുണ്ട് അവതരണം. തൊപ്പിൽ ബാസിൻ്റെ അവതരണം. കോളേജിൽ സ്റ്റുഡൻസ് വന്നിട്ടുള്ളത് ഒരുമിച്ചായതുകൊണ്ട് ലാസ്റ്റേ കൊടുക്കുള്ളൂ. ക്യൂവിൽ നിൽക്കുന്നവർക്ക് ആദ്യം കൊടുത്തതിന് ശേഷമാണ് കോളേജ് സ്റ്റുഡൻസ് അവരൊരുമിച്ച് വരുന്ന കാരണം. അങ്ങനെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഒരു കൺസെഷനിലാണ് 70 രൂപ. 70 രൂപ മതിയായിരുന്നു. അപ്പോൾ 6:30 മുതൽ ക്യൂ നിൽക്കുന്ന 9:30 വരെ ഉള്ളൊരവസ്ഥയാണ്. ഒരുപാട് ടിക്കറ്റ്സ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഒരാൾക്ക് ഒരു ടിക്കറ്റ് എന്ന് പറയുമ്പോൾ ഫാമിലി ആണെങ്കിൽ 2 ടിക്കറ്റ് കൊടുക്കുന്നുണ്ട്. ഓക്കെ. തീർച്ചയായിട്ടും നമ്മൾ പലസ്തീൻ നാടകത്തെ കാത്തിരിക്കുകയാണ്. 1-ാം തീയതി വരെ കാത്തിരിക്കണം എന്നാണ് കരുവള്ളൂർ മുരളി പറയുന്നത്. ഇന്ത്യൻ ഗവൺമെൻറ് എന്തൊക്കെ പറയുമ്പോഴും ആരെയാണ് പേടിക്കുന്നത് എന്നുള്ള ചോദ്യം ബാക്കിയുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരം തുറന്ന് സത്യം പറയുന്ന നാടകങ്ങൾ പേടിക്കുന്നത്? നുണ പറയുന്ന അന്ധവിശ്വാസം പടർത്തുന്ന നാടകങ്ങളാണെങ്കിൽ ഇതൊക്കെ കയറ്റിവിടുമായിരുന്നു. പക്ഷെ അവർ റിയാലിറ്റി പറയുന്ന നാടകങ്ങളാണ്. അതുകൊണ്ടാണ് കേന്ദ്ര ഭരണമടക്കം അതിനെ പേടിക്കുന്നതെന്നാണ്. അതിനെ അതിജീവിക്കണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അവരുടെ തന്നെ വിഷയങ്ങൾ നമ്മൾ തന്നെ ഇവിടെ പറയുക എന്നുള്ളതാണ്. നമ്മുടെ നാടക സംഘം ഇത്തരം ഇൻ്റർനാഷണൽ തലത്തിലുള്ള വിഷയങ്ങൾ എടുത്ത് കൈകാര്യം ചെയ്യും. പക്ഷേ ഉൾപ്പെടത്തിൻ്റെ വിയറ്റ്നാം പോലെയുള്ള നാടകമൊക്കെ വീണ്ടും കൂടെ റീപ്രൊഡക്ഷൻ വരണം. അതിഗംഭീര പ്ലേകളാണ്. അപ്പോൾ അമേരിക്കൻ സാമ്രാജ്യത്തെ എങ്ങനെയൊക്കെ ഇടപെട്ടു എന്നുള്ളത്, അതുപോലെ മരിയ ഫുട്ടിയുടെ ചെഗുവേര, ഇങ്ങനെയുള്ള പ്ലേകളെല്ലാം വീണ്ടും കൂടെ മരിയ ഫുട്ടിയുടെ എല്ലാ പ്ലേകളും കളിക്കേണ്ടതാണ്. ആൻറ്റി ഇമ്പീരിയലിസ്റ്റ് പ്ലേകൾ ധാരാളം ഉണ്ടായിരുന്നു. അപ്പോൾ ചില്ലി 73 പോലുള്ള തീർച്ചയായിട്ടും ജനാധിപത്യ ഭരണകൂടങ്ങളെ എങ്ങനെയൊക്കെ ഏതെല്ലാം രീതിയിൽ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് തുറന്നു കാണിക്കുന്ന ഒരുപാട് ലോക നാടകവേദിയിലുണ്ടായിരുന്നു. ബർത്തോൾട്ട് ബ്രെറ്റിൻ്റെ മറ്റ് പ്ലേകൾ, അഗസ്റ്റോബറിൻ്റെ പ്ലേകൾ, ഇതെല്ലാം എടുത്ത് കളിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ കേരളീയർ ചെയ്യുന്നത്. കേരളത്തിൻ്റെ സാക്ഷരത പൂർണ്ണമാകണമെങ്കിൽ അത്തരം രാഷ്ട്രീയ മൂല്യബോധമുള്ള വിപ്ലവ കളിക്കണം എന്നുള്ളത് മാത്രം പറയാം.
സുഹൃത്തുക്കളെ, ഇറ്റ്ഫോക്ക് ഭയങ്കര വ്യത്യസ്തമായ നാടകങ്ങളാൽ സമ്പന്നമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ആദ്യത്തെ ഫ്രാങ്കൻസ്റ്റീൻ പ്രോജക്റ്റ് മുതൽ വളരെ വ്യത്യസ്തമായ ആക്ടേഴ്സിന് ഉപയോഗിക്കുന്ന നാടകങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ 29-ാം തീയതിയിലത്തെ ഒരു 3 പ്ലേയാണ് കണ്ടിരിക്കുന്നത്. സംതിങ് ലൈക്ക് ട്രൂത്താണ് ആദ്യം കണ്ടത്. മോണോലോഗുകൾ ഒരു പക്ഷേ നാടകത്തിന് അനിവാര്യമാണ്. ഷേക്സ്പിയറുടെ നാടകത്തിലൊക്കെ ഇഷ്ടംപോലെ മോണോലോഗുകളുണ്ട്. പക്ഷെ മോണോലോഗ് മാത്രം വെച്ച് നാടകം ചെയ്യുമ്പോൾ അത് വൈകാരിക തലം എന്നുള്ള രീതിയിൽ ഓഡിയൻസിൻ്റെ വൈകാരിക തലത്തിനെ കൂടി കണക്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വെറും സ്റ്റേറ്റ്മെൻറ്റുകൾ മാത്രമായിട്ട് മാറുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു പരിമിതി. അപ്പോൾ നമുക്ക് മോണോലോഗ് ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല. കാരണം തലേദിവസം നമ്മൾ ബിരിയാണി, നൂറമ്മ ബിരിയാണി ദർബാർ കണ്ടു. ത്രൂ ഔട്ട് മോണോലോഗാണത്. പക്ഷെ അത്രമാത്രം നമ്മുടെ മനസ്സിൻ്റെ ഇതിലേക്ക് കണക്റ്റാവുന്ന രീതിയിലാണ് അതിൻ്റെ വൈകാരികമായ ത്രെഡ് എന്നുള്ളത്. അത് അവരുടെ ഒരു ജീവിതം, ഒരു ബിരിയാണി വെന്ത് ഇറങ്ങുന്ന സമയം ആ ജീവിതത്തിൻ്റെ വേവ് മുഴുവൻ പറയാൻ പറ്റുന്നു. ജീവിതത്തിൻ്റെ വേവും അതിൻ്റെ അതിജീവനവും. അപ്പോൾ അത് ആ വൈകാരികമായ ത്രെഡ് ബയോഗ്രഫിക്കലായിട്ടുള്ളൊരു വിഷയം പറയുമ്പോൾ പോലും പറ്റും. ഒരു ഓട്ടോബയോഗ്രഫി എടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് നാടാക്കാം. പക്ഷെ അഭിനയിക്കുന്ന ആളുകൾ നമ്മുടെ ഓഡിയൻസിലേക്ക് എത്തിക്കാനുള്ള ശ്രമം, അതിൻ്റെ ഒരു താളബോധം, സൈലൻസ്, ടൈമിങ്, ഫീല് അങ്ങനെ കൊടുത്തിട്ട് വേണം ചെയ്യാമെന്നുള്ളതാണ്. വെറുതെ ഇങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് പോലെ കഥ പറയണ പോലെ പറഞ്ഞിങ്ങനെ പോയിട്ട് കാര്യമില്ല. അപ്പം അസാധ്യമായ താളബോധം ഉള്ളത് കൊണ്ടാണ് നൂറമ്മ ബിരിയാണി ദർബാറിൽ ആ ഒരൊറ്റ പെർഫോമറും എടുക്കുകൊണ്ട് അത് ഗംഭീരമാക്കിയത്. 2 പെർഫോമൻസും ഗംഭീര അഭിപ്രായമാണ്. പക്ഷേ സംതിങ് ലൈക്ക് ട്രൂത്തിൽ വരുമ്പോൾ ഏറ്റവും ഭൂതകാലത്തിൽ തന്നെ ഭരണകൂടത്തിൻ്റെ വേട്ടയായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഫ്രഞ്ച് സാഹചര്യമാണ്, ചരിത്രമാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരേണ്ടത് ഇന്ത്യൻ സാഹചര്യത്തിൽ ഫേമസ് ബേക്കറിയിലെ സാക്ഷി പറയുന്ന സ്ത്രീയുടെ വിഷയമാണ്. അതൊന്നും നമ്മുടെ ഹൃദയത്തിൽ തട്ടാതെ പോയി എന്നുള്ളതാണ്. ആ ഏരിയയിലാണ് അത് സ്കോർ ചെയ്യേണ്ടത്. പിന്നെ കറസ്പോണ്ടൻസ്, ജേർണലിസ്റ്റായിട്ട് കണക്ട് ചെയ്യപ്പെടുന്ന രാജിവെക്കേണ്ടി വരുന്നതിൻ്റെ ക്രൈസിസ് എന്നുള്ളത്. അപ്പോൾ അത് അത്ര അങ്ങോട്ട് ടച്ചിങ് ആവാതെ പോകുന്നത് അതിൻ്റെ മുമ്പത്തെ യൂണിറ്റ്, ഫേമസ് ബേക്കറിയുടെ യൂണിറ്റ് വീക്കായതുകൊണ്ടാണ്. അതിൻ്റെ ഏറ്റവും ആദ്യത്തെ 2 എലമെൻറ്റും വലിയ കുഴപ്പമില്ലാണ്ട് ചെയ്തു പോയി. പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ ഒരേ ഫോമിൽ കസേര വലിച്ചിട്ടും ഇങ്ങനെ പറഞ്ഞ് കഥ പറച്ചിൽ പോലെ പോകുന്ന അതിനേക്കാളും കുറച്ചും കൂടി ഇമേജസിലൂടെ വർക്ക് ചെയ്യണം. പിന്നെ ഫിസിക്കൽ തിയേറ്ററിൻ്റെ സാധ്യത, ഇൻറ്റേർണൽ എനർജി ഉപയോഗിച്ചുകൊണ്ടുള്ള എക്സ്പ്രഷൻസിൻ്റെ സാധ്യത, ഒരുപക്ഷെ ക്രൂവൽ തിയേറ്ററിൻ്റെ സാധ്യത പോലും നമ്മൾ ചില സമയങ്ങളിൽ നമ്മൾ സാധാരണ ബാഹ്യമായിട്ട് പറയുന്ന ആ ഒരു ഏരിയയിൽ നിന്ന് വിട്ട് പറയുന്ന വിഷയത്തിൻ്റെ ആന്തരികമായി ഉണ്ടാകുന്ന ഒരു റിയാക്ഷൻ എന്നുള്ളത് അഭിനേതാക്കളെ എങ്ങനെ ഉപയോഗിക്കുന്നു, അത് സംവിധായകൻ്റെ മിടുക്കാണ്. അങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ ഈ ഫേമസ് ബേക്കറിയുടെ വിഷയം പറയുമ്പോൾ നടത്തം എന്ന് പറയുന്നത് ഓട്ടം ഓഡിയൻസിലേക്ക് അത് ആ രീതിയിൽ നമ്മൾ ജീവിതകാലം മുഴുവൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്, ഭയത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടം പോലെ. അപ്പോൾ ഈ ഒരു തലത്തിലുള്ളൊരു ഫിസിക്കൽ ലാംഗ്വേജൊക്കെ വന്നാൽ മാത്രമേ ശ്രദ്ധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞ് നടന്ന് ഇങ്ങനെ പോകുന്നു, ഇരിക്കുന്നു, നിൽക്കുന്നു, നടക്കുന്നു, ഒരേ പാറ്റേണിൽ വരുന്നു എന്നുള്ളത്. എങ്കിലും ഞാൻ പറയുന്നത് നാടകം എന്നുള്ള രീതിയിൽ അവർ അവതരിപ്പിച്ചു, അവർക്ക് പറയാനുള്ളത് പറഞ്ഞു എന്നുള്ളത് വളരെ പോസിറ്റീവ് തന്നെയാണ്. മറ്റ് വേറെ സാധ്യതകളാണ്, വേറെ കമ്പാരിസൺ വരുമ്പോൾ സംഭവിക്കുന്നത്. അത് വിഷയമാക്കേണ്ട കാര്യമില്ല. നമ്മൾ 4 മോണോലോഗ് 4 പേര് പറയുന്നു, അവർ പറഞ്ഞു തീർക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ കാര്യമാണ്. കാരണം പൊളിറ്റിക്കലായിട്ടുള്ള ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ്സാണ് അതിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ ഒരു നാടകം അങ്ങനെ തന്നെ പറയുക എന്നുള്ളത് മോണോലോഗുകളുടെ രീതി, സോളോ പ്ലേകളുടെ രീതി, 2 പേരുള്ള നാടകങ്ങളുടെ രീതിയിലൊക്കെ സംഭവിക്കുന്നതാണ്. എന്തായാലും ഇറ്റ് ഹാപ്പൻസ്, അത് ചെയ്തു തീർത്തു എന്നുള്ളത് തന്നെയാണ് അതിന് അഭിമാനിക്കാവുന്നൊരു കാര്യം. പറയാനുള്ള പൊളിറ്റിക്സ് ചിലപ്പോൾ പത്രവായനയായിരിക്കും നാടകം. അഭിനേതാക്കളെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക, നല്ല ക്രിയേറ്റീവായിട്ട് ചലിപ്പിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് അതിന് കൊടുക്കാനുള്ള നിർദ്ദേശം. പക്ഷെ ഇതെല്ലാം പരിഹരിക്കപ്പെടുന്നത് എവിടെയാണെന്നറിയോ? ഈ ലാസ്റ്റ് കണ്ട ഡംപ്ലിംഗ് എന്ന് പറയുന്നത് പക്ഷെ ഒരുപാട് ഡിഷസായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വേർഡിംഗ് ആണിത് വിക്കിപീഡിയയിൽ വരുന്നത്. ഒരുപാട് വെറൈറ്റി ഓഫ് ഫുഡ്, വെറൈറ്റി ഓഫ് ഡിഷസ്, അതിങ്ങനെ അണിനിരക്കപ്പെടുന്ന സാധനം. പക്ഷെ എന്തൊരു ഭീകരമായ പൊളിറ്റിക്സാണ്. അതിശക്തമായിട്ടുള്ള അഭിനേതാക്കളുടെ മികവ് കൊണ്ട് അത് സൂക്ഷ്മതലങ്ങളിലൂടെ നമ്മൾ അതിൻ്റെ ആക്ഷേപഹാസ്യത്തിലൂടെ എത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഭയങ്കര ഇമ്പാക്റ്റാണ് ആ പ്ലേ ഉണ്ടാക്കിയത്, ഡംപ്ലിംഗ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ചില പ്ലേകൾ വലിയ സെറ്റ് ഉണ്ടെങ്കിൽ പോലും ആ സെറ്റ് മുഴുവൻ യൂസ് ചെയ്തു എന്നുള്ളതാണ്. അതിന് ഗോവണിയുടെ നടത്തങ്ങളും അതിൻ്റെ സ്റ്റെപ്പുകളും എല്ലാ ഏരിയ ഉപയോഗിക്കുന്നു.
പിന്നെ അസാധ്യ താളബോധമുള്ള നടീനടന്മാരാണ്. ഭയങ്കര ടൈമിംഗ് ആണ്. ഒരു വിരലൊരാൾ ഇങ്ങനെ തട്ടുമ്പോൾ അപ്പുറത്തുള്ളവർക്ക് എത്ര ടൈമിൽ തട്ടണമെന്നും അത് മ്യൂസിക്കലാക്കണമെന്നും അത് വളരെ റിതമാറ്റിക്കായിട്ട് എങ്ങനെ ആക്ട് ചെയ്യണമെന്നും അതേസമയത്ത് അതിൻ്റെ ഉള്ളിലൂടെ കാര്യം പറയണമെന്നും ആക്ഷേപഹാസ്യം ഉയർത്തിക്കൊണ്ടുവരണമെന്നും അത് ബിബ്ലിക്കൽ ഇമേജിലൊക്കെ വന്ന് അവസാനിപ്പിക്കുമ്പോൾ 2 മണിക്കൂർ കഴിയുന്ന സമയത്തേക്ക് നമ്മൾ ഞെട്ടിപ്പോവും. ഈ സദാചാരബോധം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരുതരം അപ്പർ ലോവർ മിഡിൽ ക്ലാസ് അതിൻ്റെ ആരെയാണ് ബലിയാടാക്കുന്നത് എന്നുള്ളത്. മഗ്ദലന മറിയ വീണ്ടും വീണ്ടും കല്ലെറിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ കുരുതി കൊടുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ഇരയാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വളരെ വളരെ സട്ടിലായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫ്രെയിമും അതിൻ്റെ തിയേറ്റർ ലാംഗ്വേജും അത് കൃത്യമായ തിയേറ്റർ ഉണ്ട് അതിന്. ആ ഒരു ഫോം സെലക്ട് ചെയ്യാൻ ഡയറക്ടർ തീരുമാനിക്കും. ആ ഫോമിന് മാക്സിമം ഡൈനിങ് ടേബിൾ ഉപയോഗിച്ച് എങ്ങനെ ഡംപ്ലിങ് അതിഗംഭീരമാക്കാമെന്ന് അത് അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞൊന്നുമില്ല. അപ്പം ഇതിൻ്റെ ഇടയിൽ നമുക്ക് പറയാതിരിക്കാൻ വയ്യ, കൂഹു ട്രെയിൻ യാത്രയാണ്. ഫിസിക്കൽ തിയേറ്റർ ഡോക്യു ഡ്രാമ എന്ന് പറയുന്നതിനോട് പരമാവധി നിധി പുലർത്തിയിട്ടുള്ള അരുൺലാലിൻ്റെ പ്രൊഡക്ഷനാണ്. പ്രകാശ് രാജിന് ഒരു ബിഗ് സല്യൂട്ട്, അങ്ങനെ ഒരു പ്ലേ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഡോക്യു തിയേറ്റർ, ഡോക്യു ഡ്രാമ എന്ന് പറയുന്ന വലിയൊരു വിഭാഗമാണ്. തീർച്ചയായിട്ടും കുഹു കളിപ്പിക്കപ്പെടണം. തിയേറ്റർ എക്സർസൈസ് എന്നുള്ള രീതിയിലും അത് ഇംപ്രവൈസ് ചെയ്തെടുത്ത് അതിലൂടെ നമ്മൾ ഗോന്ദ്ര ദുരന്തത്തിൻ്റെ പ്രശ്നങ്ങളും ഗാന്ധി ട്രെയിനിൽ നിന്ന് പുറത്തെറിയപ്പെട്ടതും ഒരു ട്രെയിൻ യാത്രയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, ട്രെയിൻ യാത്ര തന്നെ കുറച്ച് ഇരുമ്പ് പെട്ടികൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഇംപ്രവൈസ് ചെയ്യുന്നു, അതിൻ്റെ ശബ്ദത്തിൻ്റെ അവിടെ നല്ല താളബോധമുള്ള നടന്മാരാണ്, മ്യൂസിക്കൽ സെൻസ് ഉള്ളവരാണ്. അങ്ങനെ ഇംപ്രവൈസ് ചെയ്ത് അവർ തന്നെ മ്യൂസിക് ചെയ്തുണ്ടാക്കുമ്പോൾ എക്സ്ട്രാ മ്യൂസിക് വേറെ ഉണ്ടെങ്കിലും അത്ര മനോഹരമായിട്ടാണ് അതിങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നത്. ഒരു യാത്ര നമ്മൾ നടത്തിയിരിക്കും. ഹിസ്റ്റോറിക്കലായിട്ടുള്ളൊരു ജേണിയാണ്. ടൈം ട്രാവലർ പോലെ വേറൊരു തരത്തിലുള്ള പ്ലേ ആണ്, അത് ഡോക്യു ഡ്രാമയാണ്. അപ്പോൾ അങ്ങനെ ആ 3 വെറൈറ്റി പ്ലേകളാണ് ഇന്ന് കണ്ടിരിക്കുന്നത്. ഞാൻ ആ പ്ലേകളെക്കുറിച്ച് പറയുന്നത് മൊത്തത്തിൽ മാടൻ മോഷത്തെക്കുറിച്ച് അതിഗംഭീര അഭിപ്രായമാണ്. ഞാൻ 2 തവണ കണ്ടതാണ്. മാടൻ മോഷം കേരളത്തിൽ കളിപ്പിക്കപ്പെടണം വീണ്ടും വീണ്ടും. പലരും പറയുന്നതിൽ കോമഡി കൂടി. ഞാനതിന് ആ വാദത്തെ ഞാൻ കേൾക്കുന്നു, പക്ഷെ ഞാൻ സ്വീകരിക്കില്ല. കാരണം വെച്ചാൽ പലപ്പോഴും നമ്മൾ മലവാഴി ആട്ടം എന്ന് പറയുന്ന മലവാഴിയാട്ടം പറയ കമ്മ്യൂണിറ്റിയുടെ വലിയൊരു ചടങ്ങാണത്, ഒരു അനുഷ്ഠാനമാണ്. മലവാഴിയാട്ടത്തിൽ മാണിക്കാരൻ എന്ന് പറയുന്നൊരു ഘടകമുണ്ട്. ഗ്രാമത്തിൽ ജനങ്ങളുടെ ഇടയിലൊക്കെ ഇറങ്ങി പ്രവർത്തിക്കുന്നൊരു മാണിക്കാരനുണ്ട്. അപ്പോൾ ചാക്യാർ സ്റ്റേജിൽ കിടന്ന് അതിൻ്റെ ഒരു അടിത്തത്തിൽ നിന്നിട്ടാണ് വിറ്റുകൾ പറയുക, വിമർശനം ഉന്നയിക്കും. പക്ഷെ മാണിക്കാരൻ അതല്ല. അയാൾക്ക് സ്ത്രീകളുടെ ഇടയിലേക്ക് എവിടെയും, നമ്മൾ നിൽക്കുന്നിടത്തും കാണികളുടെ ഇടയിലേക്ക് എവിടേക്കും പോകാമെന്നുള്ളൂ. അത് അവിടെ വേറെ ഒരു കോസ്റ്റ്യൂം ചേഞ്ച് ഈ ദാരിയൻ്റെയൊക്കെ ചില ഈ കോസ്റ്റ്യൂം ചേഞ്ചുകൾ വരുന്ന സമയങ്ങളുണ്ട് അതിൻ്റെ പിന്നണിയിൽ. അപ്പോൾ ആ ഒരു അനുഷ്ഠാനത്തിൻ്റെ കോസ്റ്റ്യൂംസ് മാറുന്ന ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ടാണ് ഈ മാണിക്കാരൻ വരിക. വളരെ കണ്ടംപററി പൊളിറ്റിക്സ് അറിയുന്ന, കൃത്യമായും സമകാലികമായ വിഷയങ്ങൾ അറിയുന്ന, ഇന്നത്തെ പത്രങ്ങൾ വായിച്ച് നല്ല വാഗ്മിയും വാചാലനുമായിട്ടുള്ള ഹ്യൂമർ സെൻസുള്ള നല്ല ക്ഷമയുള്ള ഒരു കക്ഷിക്കാണ് ഈ മാണിക്കാരനാവാൻ പറ്റുള്ളൂ. നല്ലൊരു തിയേറ്റർ ഫോം കൂടിയാണ് മാണിക്കാരൻ. കാണികളുടെ ഇടയിൽ കൂടെ ഇങ്ങനെ മൂവ് ചെയ്ത് നമ്മുടെ പഴയ സൂത്രധാരൻ്റെ സാധനമാണത്. അത് ജനങ്ങളുടെ ഇടയിൽ ഇടപെടുന്നു. അയാൾക്ക് ഞാൻ 2 തവണ മലവഴിയാട്ടം ഫുള്ള് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ കൈപ്പമംഗലം മലവഴിയാട്ടവും ഒറ്റപ്പാലത്തെ നമ്മുടെ തേവനാശാൻ്റെ വീട്ടിലെ വേറൊരു പർപ്പസിന് വേണ്ടി, വൈഫിൻ്റെ ഒരു പർപ്പസിന് വേണ്ടി ചെയ്തത്. 12 മണിക്കൂർ കണ്ടിന്യൂസ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. രാത്രി 7 മുതൽ നേരം വിളിക്കുള്ളൂ. ഈ ഫോം അങ്ങനെ തന്നെ ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ ഒരു ഡോക്യുമെൻ്ററി പ്രോജക്റ്റിന് കൂടിയിട്ടാണത്. ഞാനും ശ്രീജ കെട്ടി വൈഫും കൂടിയിട്ടുള്ള പ്രോജക്റ്റാണത്. അപ്പോൾ ഇത് ഞാൻ ഡോക്യുമെൻ്റ് ചെയ്ത് വെച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് മാണിക്കാരൻ എന്ന് പറയുന്നത് തിയേറ്റർ ഇതുകൾ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഒരു മെത്തേഡാണ്. ഇതിൽ ഇയാൾ ജോക്കറൊക്കെ ഉപയോഗിക്കുന്ന രീതിയുണ്ട്. അഗസ്റ്റോ പോളൊക്കെ തിയേറ്റർ ഓഫ് ദ ഒപ്രസ്ഡ്, അതിൽ ജോക്കർ ഇമേജ് ഉപയോഗിക്കും. അപ്പോൾ ആ രീതിയിൽ ഭയങ്കര സാധ്യതയാണ്. അതിൻ്റെ മറ്റൊരു വെർഷനാണ് നമ്മൾ ഈ കുഞ്ഞനും ഇവരും തമ്മിലുള്ള ഗിവ് ആൻഡ് ടേക്കിൽ സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കളിച്ച് കളി കാര്യമാവുന്ന രീതിയാണ്. അതുകൊണ്ട് സാധാരണ മനുഷ്യരുടെ ഇടയിൽ പോലും ഏത് കോമൺ മാൻ ഏത് ഗ്രാമത്തിൽ എവിടെ കളിച്ചാലും ഈ മാടൻ മോഷം ആളുകൾ സ്വീകരിക്കുന്നുള്ളതാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. അതായത് നമ്മളൊരു നാടകം കളിക്കുമ്പോൾ ആ ബുദ്ധിജീവികൾക്ക് വേണ്ടി അല്ലെങ്കിൽ ദാർശനിക നിലവാരമുള്ള രാഷ്ട്രീയ നിലവാരമുള്ളവർ അങ്ങനെ മാത്രമല്ല, കോമൺ മാൻ സാധാരണ മനുഷ്യൻ, അതാണല്ലോ ബഹുഭൂരിപക്ഷം എന്ന് പറയുന്നത്.
ആ കോമൺ മാൻ്റെ മുമ്പിൽ മാടമോഷം വിജയിക്കുകയും എന്നാൽ അതിങ്ങനെ കയറി അതിൻ്റെ പൊളിറ്റിക്സ് എന്താണെന്നുള്ളത് ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നതാണ്. അങ്ങനെ നാടകത്തിന് ആ ഒരു ജനകീയ വശമുണ്ട്. അത് കുഞ്ചൻ നമ്പ്യാരുടെ ഒരു ഹ്യൂമറും ചാർലി ചാപ്ലിൻ്റെ ഹ്യൂമർ എന്നുള്ള രീതിയിലാണ് ഞാനത് മനസ്സിലാക്കുന്നത്. പലരും പറഞ്ഞ കോമഡി കൂടിയെന്ന്. ഈ കുഞ്ഞൻ എന്നുള്ള ക്യാരക്ടർ ഈ മണിക്കാരൻ്റെ വേറൊരു രൂപമാണ്, എങ്ങനെ വേണമെങ്കിൽ കടപെടാം. അപ്പോൾ അത് അതിഗംഭീരമായ അവതരണമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ജില്ലകളിലും കളിപ്പിക്കണം. 100 കളി കംപ്ലീറ്റ് ചെയ്യുന്നവരത് കൊടുത്തുകൊണ്ടേയിരിക്കണം. 1.5 ലക്ഷം രൂപ കൊടുത്താലും നഷ്ടമൊന്നും വരില്ല. ഞങ്ങൾ 2-3 കളിക്ക് ഒരു ഏരിയയിൽ ബുക്ക് ചെയ്യുമ്പോൾ അത് 3 കളിക്ക് ഒരുമിച്ച് ബുക്ക് ചെയ്ത് കളിപ്പിക്കുന്ന രീതിയാണ് നല്ലത്. പൊളിറ്റിക്കലുമാണ് അപ്ലൈ. നമ്മൾ ഈ സവർണ്ണ മേധാവിത്വം വന്നിട്ട് എങ്ങനെയാണ് നമ്മുടെ അടിത്തറ തന്നെ ഇളക്കുന്നത്, എങ്ങനെയാണ് നമ്മുടെ കൾച്ചർ, നമ്മുടെ ലാംഗ്വേജ്, നമ്മുടെ ഓരോ ഹാബിറ്റുകളും എങ്ങനെയാണ് അവർ കൈയടക്കുന്നതെന്നുള്ളത് വളരെ സൂക്ഷ്മമായിട്ട് അത് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാടമോഷം നമ്മുടെ ഒരു കണ്ടംപററി തിയേറ്ററിൽ വളരെ അനിവാര്യമാണ്. ചരിത്രപരമായിട്ടുള്ള നാടകമാണ്. ഈ 3 നാടകത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ഈ പറഞ്ഞ സംതിങ് ലൈക്ക് ട്രൂത്ത് എന്ന് പറയുന്നത് സത്യം പറയുമ്പോൾ ചിലപ്പോൾ പൊള്ളുമെന്ന് പറയുന്ന പോലെ എല്ലാവരും സൂചിപ്പിക്കണമെന്നില്ല. പക്ഷേ പറയുന്നത് നുണയല്ല എന്നുള്ളത് ആദ്യം തിരിച്ചറിയുക. സംതിങ് ലൈക്ക് ട്രൂത്ത് എന്ന് പറയുന്നത് സത്യമാണ്. സത്യം പറയുമ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് ഇൻട്രസ്റ്റിംഗ് ആവണമെന്നില്ല. കുറച്ച് ക്ഷമയോടുകൂടി കേട്ടിരിക്കുന്നു. നമ്മൾ ഈ ജയിലിലും അവിടെയൊക്കെ കൂട്ടി കാത്തിരിക്കുന്ന പോലെ ഇരിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ആ പ്ലേ വിജയമാണ്. പക്ഷെ അഭിനേതാക്കളെ കുറച്ചും കൂടി സാധ്യതകൾ ഉപയോഗിച്ചാൽ അതിഗംഭീരമായിരിക്കും എന്നാണ് പറയാനുള്ളത്. കുക്കു അതിമനോഹരമാണ്. ഇത് ശക്തമാണ് ഈ ഡംപ്ലിംഗ്. ഇത്രയും പറഞ്ഞു നോക്കുമ്പോൾ ഞാൻ ചാക്കോട്ടി എത്തിക്കാം.
बचपन मोहल्ला, खाने वाला क्या खाए बचपन मोहल्ला, बचपन परिवार बस्ती मोहल्ला, बचपन परिवार बस्ती मोहल्ला। मेरा बख्शो हमारे लाए गला, गुना मेरा बख्शो हमारे लाए गला, गाँव की गली सुनो बिस्मिल्लाह, गाँव की गली सुनो बिस्मिल्लाह, गाँव की गली सुनो बिस्मिल्लाह। बेचारा वजूद बन जाते हैं जिसके दिल का हाथ पैर और आंखें होती है, और पूरा हुआ दिल जिसमें से गुस्सा और नफरत भरी होती है। What ideas were they referring to? You! Our commitment is to see Sri Lanka as transparent, secular, liberal democracy. Think about those words for each has profound meaning. Transparent, because government must be accountable to people and never abuse their trust. Secular, because in multi-ethnic, multicultural societies such as ours, secularism offers the only common ground by which we all might be united. And I did not speak out because I was not one of them. then they came for scientists, writers, and I did not speak up. Because I was not one of them. They came for the Dalits, Adivasis, farmers, and I did not speak out because I was not one of them. they came for the artists, activists, journalists, queer. I did not speak out. Because I was not one of them. They came for refugees, trade unions, women, immigrants, people, forests, bees, monkeys, communities, cultures, teachers, teenagers. Everything came for me. There was no one left to speak out. Where is it? I give you 1 month's notice. Yours honest. Was honest. It was honest. Hey, let's leave it at that.
Inviting the director of the play, Bhavna Pete, to join the stage. നമുക്ക് ഈ നാടകത്തിന്റെ അണിയറ പ്രവർത്തകരെ പരിചയപ്പെടാം. Requesting the director to introduce the team members. Thank you so much for inviting us to this beautiful festival. This festival gives us hope, inspiration and love. Thank you to the full team of Football for supporting us. Is it okay if I introduce the whole team or you have to leave for the next play? It's okay? Okay. Our production and stage manager Himanshu Borkar. Our makeup and costume designer Ashish Deshpande. Our backstage support Yashit and Prajakta. Lights were designed and operated by Vikrant Thakar. Sound was operated by Sagar Dahale. Our producer Mayur Deshmukh. The set was designed by and also one of our producers, Sampada Vechi. The movement direction was done by Maitreyi Joshi. The music was directed and performed live from backstage by Abha Soumitra. The actors Dusha, Ashwini Giri, Sharvari Deshpande, Kalyani Murthy.
വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആദ്യം സ്വീകരിക്കുന്നതിനായി സംവിധായകരെയാണ് ക്ഷണിക്കുന്നു. On behalf of Kerala Sangeeta Nada Academy, inviting the famous director and actor